ഇതാ മാക്രി റൂം. മാക്രി കുത്തി നിന്റെ കുടലെടുത്ത് മാലയിട്ട് ഞാൻ തുള്ളും. ഞാൻ തന്നേക്കാം. എന്റെ പട്ടിക വേണോടാ. നീ ആർക്ക് വേണേലും കൊടുത്തോ, ഞാൻ തന്നേക്കാം. എനിക്കൊരു അബദ്ധം പറ്റി പോയത്. അർത്ഥം പറ്റി എനിക്കാടാ. ഓർമ്മയുണ്ടടാ, ട്രഷറിയിൽ നിന്ന് അച്ഛന്റെ പെൻഷൻ കാശും വാങ്ങി പുറത്തിറങ്ങിയ ഞാൻ കൊട നിവർക്കാൻ വേണ്ടി ഒരു നിമിഷം ആ കാശ് നിന്നോടൊന്ന് പിടിക്കാൻ പറഞ്ഞു. ഞാൻ കൊട നിവർക്കുന്ന സമയം നോക്കി ആ കാശും കൊണ്ട് നീ ഏതോ ഫാസ്റ്റ് പാസിൽ കയറി എങ്ങോട്ടാ പറഞ്ഞു. പിന്നെ ഞാൻ നിന്നെ കാണുന്നത് ഇവിടെ വെച്ചാ. ആ ഒരു മാസം എന്റെ വീട്ടുകാര് അരവേറിലാടാ കഴിഞ്ഞതറിയോ. ആ നിന്നെ ഞാൻ ഓർമ്മയുണ്ട്. അന്നത്തെ എന്റെ അവസ്ഥ നിനക്കറിയായിരുന്നല്ലോ. കട്ടോ മോട്ടിച്ചോ നാട് പിടിയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. നടന്നു. നിനക്കിപ്പോ എന്നെ കൊല്ലടാ. ഇപ്പൊ നിന്നെ കൊല്ലുന്നതിന് നല്ലത് ഞാൻ സ്വയം കുത്തി ചാവുന്നതാ. അതാ എന്റെ ഗതി. എനിക്ക് എന്തായാലും എന്റെ അച്ഛന്റെ പെൻഷൻ കാശ് കൊണ്ട് നീ ഇത്രയും വലിയ ആളായില്ലേ. ആ നന്ദി എന്നോട് കാണിക്കാനുള്ള ഒരു അവസരം ഞാൻ തരാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഗോവിന്ദൻകുട്ടിയെ പറഞ്ഞു വിടാന്നുള്ളത് തീരുമാനിച്ചു. ഇന്ന് എന്റെ ഭാര്യ, നാളെ നിങ്ങളുടെ പെങ്ങള്. അങ്ങനെ പെണ്ണുങ്ങൾ ഉള്ളിടത്തൊക്കെ കയറും. വെറുതെ മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കാതെ ഇറക്കി വിട്ടേക്ക്. ആ ദേ വരുന്നു. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ ദേ കടയിലേക്ക് പോകും. ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആര്? ഇവിടുത്തെ കമ്മിറ്റി. എന്തിന്? ഈ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോന്ന് പറയുമ്പോ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. പോയേ പറ്റൂ. പെട്ടിയെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഓണർ. വാതില് താഴിട്ട് പൂട്ടി. ഇത് എവിടുത്തെ ന്യായം? ഇവിടുത്തെ ന്യായം. നീ പോടാ. കുത്തി കൊടലിയെടുക്കും. കൊല്ലംകാരുടെ സ്വഭാവം നിനക്കൊന്ന് പറഞ്ഞുകൂടാ. ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ നിന്നോളാം. ഞാൻ നിൽക്കില്ല. കാരണം കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യുവന്മാരുടെ ഇടികൊണ്ട് നിന്റെ ഷേപ്പ് മാറുന്ന ഞാൻ കാണേണ്ടി വരും. ഞാൻ നിൽക്കില്ല. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ നിൽക്കില്ല. ഞാൻ പോയിക്കോളാം. ബെസ്റ്റ് ജാതകം. ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് അത് പറഞ്ഞു. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടെ വെച്ച് ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് എപ്പാ? ഒരു 7-7:30 ആയി കാണും. ഇവിടെ മൈത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എവിടെ പോയി കിടക്കും? തൽക്കാലം പെട്ടി കൊണ്ട് ആ തങ്കന്റെ കടയിൽ വെക്കാം. എന്നിട്ടൊരു സ്ഥലം തപ്പാം. വാ.